കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോഴേ സമയം വെളുപ്പിലെ 4 മണിയാണ് കേട്ടോ. അപ്പം 4 മണിക്ക് അച്ചായക്ക് ക്ഷേത്രത്തിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുകയാണ്. അതിനാണ് മേളിൽ ചാടിക്കയറി ഇഡ്ഡലി കുട്ടമൊക്കെ എടുത്ത് താഴെ ഇറക്കി വെച്ചത്. ഇനി ഫ്രിഡ്ജ് തുറന്ന് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടിയപ്പത്തിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് തേങ്ങ വേണമല്ലോ. അപ്പോൾ ആ തേങ്ങ തിരുങ്ങിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അന്നേരമേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടേ പറയുകയാണ് അച്ചായി എന്ന് വിളിക്കുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് കേട്ടോ. സ്നേഹം കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇനി അച്ചായിയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ക്ഷേത്രത്തിലെ പൂജാരിയാണ് കേട്ടോ. അപ്പം രാവിലെ പോകുമ്പോഴത്തേക്ക് ഞാൻ കാപ്പി കൊടുത്ത് അയക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ പാടൊരു അരമണിക്കൂർ സമയം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കിട്ടാറുള്ളേ. ഞാൻ കൃത്യം 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. 4:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അടുക്കളയിൽ തയ്യാറായിരിക്കണം. 4:45 ആകുമ്പോഴത്തേക്ക് അച്ചായി വീട്ടിൽ നിന്നും ഇറങ്ങും കേട്ടോ. ഒരു അരമണിക്കൂർ ദൂരമേ ഉള്ളൂ അച്ചായി നിൽക്കുന്ന ക്ഷേത്രം നമ്മുടെ കൊല്ലം പട്ടത്താനം ശ്രീ കൊച്ചമ്മൻ നടയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. ഇത് പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. സ്ഥിരം കാണുന്നവർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴയ്ക്കാൻ എനിക്ക് നല്ല എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവേ അല്ല, പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവായിരുന്നു കേട്ടോ. നിങ്ങളും കടയിൽ ചെല്ലുമ്പോൾ അത് ചോദിച്ച് മേടിച്ചാൽ മതി. അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുണ്ടല്ലേ. ചൂടുവെള്ളം ചൂടാക്കണം, പിന്നെന്താ അതിൻ്റെ ചൂട് നോക്കി പരുവം നോക്കിയാൽ കുഴച്ച് വരുമ്പോൾ സമയം അങ്ങ് പോകുന്നേ. നേരം ഇല്ലല്ലോ. ഒന്നാതെ എനിക്ക് രാവിലത്തെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഞാൻ ഭയങ്കര ഓട്ടപ്പാച്ചിലാണ്. കാര്യം നമുക്കപ്പം വീഡിയോ എന്ന് ചോദിക്കും സ്റ്റാൻഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. എങ്കിലും സ്റ്റാൻഡിനകത്ത് നമ്മൾ നേരെ അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം, അതിനുള്ള സമയം കൂടി എനിക്കില്ല. ഓക്കെ, അങ്ങനെ കണ്ട് ഇടിയപ്പത്തിൻ്റെ മാവും എല്ലാം കുഴച്ച് ഇടിയപ്പം ഇങ്ങനെ പീച്ചിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു സമാധാനത്തിന് ഞാനത് പോയി ക്ലോക്കിൽ സമയം നോക്കും. സമയം 4:15 നമ്മൾ 4 മണിക്കാണ് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നത്. ആ 4 മണിക്ക് തന്നെ നമ്മൾ 4:15 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഇടിയപ്പം ഞാൻ പീച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇടിയപ്പം പീച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അച്ചായി എഴുന്നേറ്റ് വരും ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കേട്ടോ. അച്ചായിക്ക് കുളിക്കാനും ഒക്കെ പോകാനുള്ള സമയത്ത് എഴുന്നേറ്റ് വരും. അന്നേരം ഇപ്പം വന്നിട്ട് കുറച്ച് ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടോളൂ അത് എന്തൊക്കെയാണ് എൻ്റെ അച്ചായി പറയുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ കാപ്പിക്ക് വെള്ളം വെച്ചുകൊണ്ട് പീച്ചിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ചായിയുടെ ആവശ്യത്തിന് കാപ്പിപ്പൊടിയും പഞ്ചസാര ഇട്ടോളാൻ പറഞ്ഞു. മറ്റേത് ഞാൻ ആ പഞ്ചസാര ഇടുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് കണ്ടത് പഞ്ചസാര ലാവിഷായിട്ടങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു ആ പീച്ച് സാധനം എടുത്ത് ഇഡ്ഡലി കുട്ടത്തിനകത്തോട്ട് വെച്ചേക്കാൻ പറഞ്ഞ് അങ്ങനെ അതുമൊക്കെ കൊച്ചി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കടലക്കറി വെക്കണം. കടല ഞാൻ പിന്നെ രാത്രി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ചായി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ. വീഡിയോ പ്രത്യേകം പറയണം. രാവിലെ എൻ്റെ അച്ചായി വന്ന് സഹായിക്കുന്നു. പറയാവേ. അതാ പല്ലിട്ടിട്ട് വരാവേ. രാവിലെയായ എൻ്റെ അച്ചായി കുഞ്ഞ് വെറും പൊടിക്കൊച്ചാണേ. കുഞ്ഞ് രാവിലെ ഉറക്കപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടല്ലോ. അല്ലെങ്കിലും കുഞ്ഞിന് എപ്പോഴായാലും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിങ്ങനെ ഓരോന്ന് പറയും കേട്ടോ. അപ്പോൾ കൊച്ച് ഇങ്ങനെ എന്താണ് പെട്ടെന്ന് രാവിലെ കുളിച്ച് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് ഞാൻ ഇടിയപ്പമായിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. കാര്യം കടലക്കറി വെക്കണം, ഇടിയപ്പം ബീച്ചിൽ കൊണ്ട് വെക്കണം, അവിടെ കാപ്പി കുടിക്കാൻ എടുക്കണം, വെള്ളം വെക്കണം, മൊത്തത്തിൽ ഒറ്റ കൈ കൊണ്ടുള്ള പരിപാടിയാണ്. അമ്മ കിടക്കുവാണ്, ഞാൻ പിന്നെ അമ്മയെ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് എന്തായാലും ഇടിയപ്പവും വേവാൻ വെച്ച് കടലക്കറി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ചട്ടി എടുത്ത് വെച്ചു, എണ്ണയൊഴിച്ചു, അതിനകത്തേക്ക് ആവശ്യത്തിന് കടുക് ഇട്ടിട്ട് അപ്പോൾ കടലയും സവാളയും തക്കാളിയും കൂടി ഇട്ട് ഒരു 15 വിസിൽ കേട്ട് ഞാൻ ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു എളുപ്പമായി. അല്ലെങ്കിൽ പാടാണ്, രാവിലെ വേവിക്കലും കൂടെ നടക്കത്തില്ല കടല. പിന്നെ നമുക്ക് ഇതിനകത്ത് എടുത്തേക്കുന്ന പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ കടലക്കറി വെക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇനി ഈ പൊടികൾ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. കാര്യം അല്ലേ പൊടി കരിഞ്ഞു പോകും, മനസ്സിലായോ? അപ്പോൾ പിന്നെ കറിക്ക് ഒരു കയ്പ്പായിരിക്കും, ടേസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ പൊടിയെല്ലാം മൂത്തതിന് ശേഷം പിന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മൾ വേവിച്ച് കുക്കറിനകത്ത് വെച്ചേക്കുന്ന കടല എല്ലാം കൂടെ എടുത്ത് നമ്മുടെ ഇതിനകത്തേക്ക് ഇടുക. ചട്ടിക്കകത്തേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് പിന്നെ ഞാൻ ചെയ്യുന്ന എന്തോന്ന് ചോദിച്ചാൽ നമ്മുടെ കടലക്കറി ഒന്ന് കുറുകിയിരിക്കാനും കുറച്ചുകൂടി ടേസ്റ്റ് വരാനായിട്ട് ഇതിനകത്ത് കുറച്ച് കടല എടുത്ത് കുഞ്ഞ് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കട്ടോ. ഇച്ചിരി നീരൂടെ വെച്ചൊന്ന് അടിച്ചെടുത്തിട്ട് ഈ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഈ കറിക്കകത്തേക്ക് നേരെ അങ്ങ് ഇട്ട് കൊടുക്കുക. നേരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കുക. ഇളക്കി കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ
നല്ല കുറുകിയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ കറിയെല്ലാം അടപ്പയിലാക്കിയ നേരം കൊണ്ട് ദാണ്ട നമ്മുടെ ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ചൂട് ഇടിയപ്പം. ഇനി ഈ നേരത്തിന് നമ്മൾ അച്ചായി കുളിച്ചിട്ട് വന്നിട്ട് അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അന്നേരം ഞാൻ ദാണ്ട അച്ചായിക്ക് കാപ്പി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വീടിൻ്റെ പണി നടക്കുന്ന, അപ്പോൾ അവിടെ ആ വീട് പണിയുന്നതിൻ്റെ സൗണ്ടുകളാണ് കേട്ടോ. നമുക്കിപ്പോൾ അവരുടെ അടുത്ത് പോയി നിർത്താൻ പറയാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് വീഡിയോ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. എന്നാലും എനിക്ക് തോന്നി അത് ഞാൻ ഭയങ്കര സ്പീഡിൽ ഓട്ടിച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി സാവകാശം നമ്മളിത് ചെയ്യുന്ന രീതിയിൽ ആ വീഡിയോ ഒന്ന് കാണിക്കണേ, ലോങ് വീഡിയോ ആയിട്ട് ഇട്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ ഇടിയപ്പം എല്ലാം എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇടിയപ്പം പാക്ക് ചെയ്യാണ് കൊണ്ടുപോകാനായിട്ട്. എൻ്റെ കൈയെല്ലാം പൊള്ളുന്നുണ്ട് കേട്ടോ, നല്ല ചൂടല്ലേ. അപ്പോൾ ഒരു 4 ഇടിയപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഓരോ ഇടിയപ്പം എടുക്കുന്നതോറും ഭയങ്കര ചൂടാണ് കേട്ടോ. പിന്നെ കറി അച്ചായിക്ക് പ്രത്യേകം പാത്രങ്ങളിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല. കാര്യം അമ്പലത്തിലെ ജോലിയാണ്, ആൾക്കാർ ചന്ദനോ പ്രസാദമൊക്കെ മേടിക്കാൻ വരുന്ന നേരം കൊണ്ട് അച്ചായി കഴിക്കണേ. ഇങ്ങനെ ആയാലേ കറി പെട്ടെന്ന് ഇടിയപ്പം കൂടെ കുഴഞ്ഞിരിക്കും. ഇപ്പോൾ ദോശയായാലും പുട്ടായാലും എന്തായാലും കുഴഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കറി നല്ല രീതിയിൽ വേണം താനും. അങ്ങനെ കറിയെല്ലാം ഒഴിച്ചു കൊടുത്ത് കുടിക്കാനൊരു ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് കൊണ്ടുപോകാനൊരു കവറിലും കൂടെ ആക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ചെറിയൊരു വ്ളോഗായിരുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മടിക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. ഓക്കെ, ടാറ്റ കൂട്ടുകാരെ.